ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ അത് ഒരു ഗ്രീൻ കളർ കവർ എടുക്കുക കേട്ടോ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതേപോലത്തെ കവർ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി. എൻ്റെ അടുത്ത് അത്രയധികം കവർ ഇല്ലാത്തത് കൊണ്ട് തന്നെ, പിന്നെ അത് ലൈറ്റ് കളർ കവർ ആയതുകൊണ്ടും കൂടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിനൊന്ന് ഡാർക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഇതിലിതാ ഒരു ബ്ലാക്ക് കവറും അതേപോലെ തന്നെ ഒരു ഗ്രീൻ കവറും കൂടെ ഇതേപോലെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഗ്രീൻ കളർ കുറച്ച് അധികം ഉണ്ടെങ്കിൽ രണ്ട് ഗ്രീൻ കളർ വെച്ചാൽ മതി കേട്ടോ. പിന്നെ കുറച്ച് കട്ടിയുള്ള കവറൊക്കെ ആണെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, ആ കവർ മാത്രമായിട്ട് മതി കേട്ടോ. ഇനി അത് രണ്ട് കവറും വെച്ചതിന് ശേഷം മുകളിൽ ഒരു പേപ്പർ ഇട്ട് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് പേപ്പർ ഇടാൻ മറക്കരുത്. അയൺ ചെയ്ത് കഴിയുമ്പോൾ രണ്ടും കൂടെ ഒട്ടി പിടിച്ചിട്ട് ഈ ഒരു ലെവലിലായിരിക്കും ഉണ്ടായിരിക്കാം. അപ്പോൾ ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക, ഒരു സ്ട്രിപ്പ് പോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതേപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. അതിനെ മടക്കി കൊടുത്തതിന് ശേഷം കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചെറിയ ചെറിയ നോച്ചസ് പോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. എത്ര നമുക്ക് ചെറുതാക്കി ചെയ്യാൻ പറ്റുമോ അത്രയും ചെറുതായി നമ്മൾ കട്ട് ചെയ്യുക കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ എൻഡുകളൊക്കെ ഒന്ന് ട്രയാങ്കിൾ ഷേപ്പിലും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണ കൂട്ടുകാരെ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റിൽ പറയണം കേട്ടോ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനി ഇതാ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുക. കുറച്ചുകൂടെ നീളത്തിലുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു കേട്ടോ. ഇനി ഇതാ ഒരു കമ്പി എടുത്തിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക മുകളിൽ മാത്രം, എന്നിട്ട് അതിങ്ങനെ ചുറ്റി ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. എല്ലായിടത്തും ഗ്ലൂ ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും മാത്രം ഗ്ലൂ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം എൻഡിലും കുറച്ച് ഗ്ലൂ ഇട്ടിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് അവസാനിപ്പിക്കുക കേട്ടോ. എക്സസ് ആയിട്ടുള്ള ആ ഒരു സ്ട്രിപ്പ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതുപോലെ തന്നെ നമുക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ആ നോച്ചസ് പോലെ ഇട്ട് കൊടുത്ത് കുറച്ചുകൂടെ നീളത്തിൽ ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു കേട്ടോ. ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതായത് പല കളറിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല ഡാർക്കും കട്ടിയുള്ള കവറും വെച്ച് ചെയ്തതാണ്. അപ്പോൾ അത് ജസ്റ്റ് അയൺ ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, വേറെ എക്സസ് കവറൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഓരോന്നിനും കണ്ടോ കുറച്ച് ലെങ്ത്ത് വ്യത്യാസത്തിലാണ് നമ്മൾ ഇതേപോലെ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അതെ, കുറച്ച് ഇത്രയും ലെങ്ത്ത് ഓരോന്നിനും ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ ചെയ്തെടുക്കുക. പിന്നെ ഒരു കമ്പി എടുത്തതാ ഇങ്ങനെ ഒന്ന് വളച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കമ്പി ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റിക്കായാലും മതി കേട്ടോ. നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു സ്റ്റിക്ക് എടുത്താൽ മതി. കമ്പി ഉണ്ടെങ്കിൽ കമ്പി എടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. കമ്പി തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനി ഇതേപോലെ എടുത്തിട്ട് ഞാൻ ഒരു ബ്ലാക്ക് കവർ എടുത്തിട്ടുണ്ട്, എന്നിട്ട് അതിൽ ചുറ്റി കൊടുക്കുകയാണ്. നമ്മുടെ കയ്യിൽ ഗ്രീൻ കളർ കവർ ഉണ്ടെങ്കിൽ അത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ ടേപ്പ് ഉണ്ടല്ലോ, ഫ്ലവർ ടേപ്പ്, അതുണ്ടെങ്കിൽ അതും ചുറ്റി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ടേപ്പ് ഇല്ലാത്തവർക്ക് ചുറ്റാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. എൻ്റെ അടുത്ത് ഗ്രീൻ ഇല്ലാത്തതുകൊണ്ട് കൂടിയാണ് ഞാൻ ബ്ലാക്ക് കളർ കവർ യൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ചുറ്റി നന്നായിട്ട് കൊടുക്കുക. ഫുള്ളായിട്ട് ആ കമ്പി നമ്മൾ ചുറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു ഭംഗിയും ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി ഏറ്റവും ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഏറ്റവും ചെറിയതുണ്ടല്ലോ അത് ഒരു 2-3 വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ടേപ്പ് ചുറ്റി കൊടുക്കണം. നമ്മളിപ്പോൾ ഫ്ലോറൽ ടേപ്പാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇനി ഗ്രീൻ കളർ നമ്മുടെ കയ്യിൽ കവർ ഉണ്ടെങ്കിൽ കവർ യൂസ് ചെയ്താലും മതി കേട്ടോ. ഇനി അടുത്ത സൈസ് എടുത്തിട്ട് കുറച്ച് ഇറക്കിയതിന് ശേഷം ഇതേപോലെ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ അത് ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ബ്ലാക്ക് കളർ കവർ വെച്ച് ഡാർക്കാക്കിയത് നല്ല ഡാർക്കായിട്ടുണ്ട്. മറ്റേത് പിന്നെ കവർ തന്നെയാണ് യൂസ് ചെയ്തത്, ആ ഡാർക്ക് കളർ കവറും ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ രണ്ടിനും ഡിഫറൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ ഒരു കളർ കിട്ടേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ലൈറ്റ് മാത്രം മതിയെങ്കിൽ ലൈറ്റ് കളറായാലും വെച്ചാൽ മതി. ഇനി എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ബാക്കി ഭാഗം ഫുള്ളായിട്ട് നമുക്ക് ഗ്രീൻ കളർ ടേപ്പ് ചുറ്റി കൊടുക്കാം. അതല്ലെങ്കിൽ ഗ്രീൻ കളറിലുള്ള നമ്മുടെ കവറായാലും ചുറ്റി കൊടുക്കാം കേട്ടോ. ഉള്ളത് ചുറ്റി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു സ്റ്റെമ്മിന് ഒരു ഗ്രീൻ കളർ വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് ചുറ്റി കൊടുക്കുന്നത്. ബ്ലാക്ക് നമ്മൾ ചുറ്റി കൊടുക്കുന്നത് നമുക്ക് കമ്പി കാണാതിരിക്കാനും അതുപോലെ തന്നെ അതിൻ്റെ ഫിനിഷിങ് നന്നായിട്ട് കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മളെല്ലാം ചുറ്റി കൊടുത്ത് എൻഡ് വരെ ചുറ്റി അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ട്രീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിനെ ഒന്ന് പതുക്കെ നിവർത്തി കൊടുക്കുക കേട്ടോ. ഇതേപോലെ നിവർത്തി കൊടുക്കുക. അപ്പോൾ നമ്മളുടെ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേപോലത്തെ ഒരു ട്രീ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ചെറിയ സ്ട്രിപ്പ് പോലെ കട്ട് ചെയ്ത് കൊടുത്തില്ലേ, അത് കുറച്ചുകൂടെ നീളത്തിലുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരുന്നു എന്ന് എനിക്ക് തോന്നി കേട്ടോ. ഇനിയിപ്പോൾ ഇതേപോലെ നിവർത്തി കൊടുക്കുമ്പോൾ അത് ഇടയിലൊക്കെ ഗ്യാപ്പ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 കൂടെ ഇടയിലും കൂടെ വെച്ചൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ്, നമ്മൾ അതിനനുസരിച്ച് ഭംഗിയാക്കി കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് ആ ഒരു കടയിൽ നിന്ന് മേടിക്കുന്ന ആ ട്രീയുടെ ഷേപ്പ് തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒന്നും കൂടെ ഒന്ന് ശരിയാക്കിയിട്ട് കൊണ്ടുവരാം. ഇടയിലൊക്കെ കുറച്ചും കൂടെ പീസസൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തു കേട്ടോ ഞാൻ. പിന്നെ എൻ്റെ ഭാഗത്ത് കുറച്ച് ഗ്ലൂ ഇട്ടൊന്ന് മടക്കിയിട്ട് നമ്മുടെ ഒരു ബോട്ടിലിനകത്തോട്ട് വെച്ച് കൊടുത്തു. നമുക്കൊരു സ്റ്റാൻഡ് പോലെ വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ആ ബോട്ടിൽ ഒരു പോട്ടിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ മെറ്റാലിക് കോപ്പർ ഉണ്ടല്ലോ അതെടുത്തിട്ട് ഞാനൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ബോട്ടിലോ ക്യാപ്പിലോ എന്തിലെങ്കിലും ഒന്ന് ഒട്ടിച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്നൊരു പോട്ടിൽ വെക്കുന്ന ഫിനിഷിങ് കിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്തെടുത്ത് കേട്ടോ. ഇനി അതിന് ശേഷം കുറച്ച് ടിഷ്യൂ എടുത്തിട്ട് ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ അതിന് മുകളിലോട്ട് അങ്ങനെ വെച്ചു കേട്ടോ.
എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒരു ഗ്ലൂ ഇട്ടിട്ടൊന്ന് ആക്കി കൊടുത്തു. പിന്നെ അതാ ഒന്ന് നമ്മുടെ ആ ഒരു മണ്ണ് ഇരിക്കുന്ന പോലെ തോന്നാൻ വേണ്ടിയിട്ട് ആ സെയിം കോപ്പർ ഫിനിഷിങ് തന്നെ നമ്മുടെ ആ ഒരു ടിഷ്യൂവിനകത്ത് നമ്മളിതാ ഇതേപോലെ കൊടുത്തു. അപ്പോൾ അതാ നമ്മുടെ ഫൈനൽ എങ്ങനെയുണ്ട്, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. എന്നിട്ട് നമുക്കിത് ഡെക്കറേറ്റ് ചെയ്ത് നമ്മുടെ ക്രിസ്മസ് ട്രീ ആയിട്ട് നമുക്ക് ഓർഗനൈസ് ചെയ്യാം. അപ്പോൾ അത് മുകളിൽ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ടുണ്ടാക്കിയ ഒരു സ്റ്റാറൊക്കെ വെച്ച് നമ്മൾ ഉണ്ടാക്കിയ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയ ബോൾസൊക്കെ വെച്ച് നമ്മുടെ ട്രീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ഈ വീഡിയോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക്